ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ. ഈ ഒരു നിമിഷം നിങ്ങളുടെ പേഴ്സൺ എന്തായിരിക്കാം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു നിമിഷം ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ. ഈ ഒരു മൊമെൻറ്റിൽ അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്തായിരിക്കും. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തായിരിക്കും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഈ വ്യക്തി ഒരു സമയത്ത് മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ദാറ്റ് മീൻസ് ഈ ഒരു സമയത്ത് ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ഇല്ലാത്ത സാഹചര്യമായിരിക്കാം. ആൻഡ് അവർ കുറേ കാര്യങ്ങൾ അവർ പാസ്റ്റിൽ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് ഐ ഫീൽ പെയിൻ ഫ്രം ദി ഡാമേജ് ഐ ഹാവ് കോസ്റ്റ്. ഈ തീർച്ചയായിട്ടും ഇവർ തന്നെയാണ് എന്തൊക്കെയോ ചില പെയിൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അതായത് അത് നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ അവർ സംസാരിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രവൃത്തി അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടാവാം. അതിനെല്ലാം ഒരു ഗിൽറ്റ് ഫീൽ ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നതായിട്ട് നമുക്കിവിടെ കാണുന്നുണ്ട്. അതെല്ലാം ചിലപ്പോൾ അവർ വളരെ സീരിയസ് ആയിട്ടായിരിക്കില്ല, വെറുതെ ജോക്കിന് വേണ്ടിയിട്ട് ചെയ്ത ചില കാര്യങ്ങളായിരിക്കാം. പക്ഷേ അതിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് അവർ എക്സ്പെക്റ്റ് ചെയ്തതേ ആയിരുന്നില്ല. ഒരു പക്ഷേ നിങ്ങളിങ്ങനെ ഡിസ്റ്റൻസിൽ പോകും, ഒരു സെപ്പറേഷനൊക്കെ സെപ്പറേഷനിലൊക്കെ എത്തിച്ചേരുമെന്നൊന്നും അവരൊട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അവരിപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് ആകുന്നില്ല, ഹാപ്പി ആയിട്ടിരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ അവരൊട്ടും തന്നെ സന്തോഷിക്കുന്നില്ല. അവർക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് അവർ തന്നെയാണ് അവർക്ക് ഈ ഒരു അവസരം നഷ്ടപ്പെടുത്തിയത് എന്നുള്ളത്. ഐ ഡിഡ്ന്റ് ആക്ട് വെൻ ഐ ഷുഡ് ഹാവ്. നിങ്ങൾ ഒപ്പമുണ്ടായിരുന്നപ്പോൾ അവർ ശരിക്കും നിങ്ങളോട് എക്സ്പ്രസീവ് ആയിരുന്നില്ല. അവർ തന്നെ ഈ ഒരു അവസരം നഷ്ടപ്പെടുത്തി എന്നെല്ലാം ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പൂർത്തിയാവാത്തതായിട്ട് നിങ്ങൾക്കിടയിൽ ഉണ്ട് എന്നവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക, പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കുക, കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നതിനെക്കുറിച്ചൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ബീങ് അവേ ഫ്രം യു ഹാസ് അലൗഡ് മീ ടു ഗെയിൻ ക്ലാരിറ്റി. ഓക്കെ, നിങ്ങളിൽ നിന്നും ഒരു അകലം പാലിച്ചതിന് ശേഷമാണ് ശരിക്കും ആ വ്യക്തിക്ക് എല്ലാ കാര്യത്തിലും ഒരു ക്ലാരിറ്റി ഉണ്ടായത്. കാരണം നിങ്ങളൊപ്പം ഉണ്ടായിരുന്നപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു റിഫ്ലക്ഷൻ പോലെ അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോവാണ്. ഒരു പുതിയ ചാപ്റ്റർ റീസ്റ്റാർട്ട് ചെയ്യണമെന്നവർ ആഗ്രഹിക്കുകയാണ്. ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ നിന്ന് തന്നെ മൂവ് ഓൺ ചെയ്യണമെന്നവർ ആഗ്രഹിക്കുകയാണ്. ആ ഒരു കാര്യത്തെക്കുറിച്ച് അവർ ചിന്തിക്കുകയാണ്. അവരിപ്പോൾ സ്വയം ഹീല് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അതായത് പ്രശ്നങ്ങൾ ഒരുപാടായപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒന്നിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാതായിട്ടുണ്ടാവാം. നിങ്ങളെ ഓർമ്മകൾ അവരെ വല്ലാതെ വേട്ടയാടുന്നുണ്ടാവാം. അതുകൊണ്ട് നിങ്ങളെ തിരിച്ചു കിട്ടണമെന്നുള്ളൊരാഗ്രഹം മാത്രം അവരിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടാവാം. അതിലെല്ലാം അവർ തന്നെ സ്വയം തകർന്നു പോകുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. അതുകൊണ്ട് അവർ ഹീലിങ്ങിനായിട്ടുള്ള ശ്രമങ്ങളിലാണുള്ളത് എന്നും കാണുന്നുണ്ട്. രണ്ടുപേരെയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് അവരിൽ ബെറ്റർ പേഴ്സൺ എന്ന് അവർ പറയാണ്. ആൻഡ് പലപ്പോഴും പല സാഹചര്യത്തിലും അവർ നിങ്ങളുടെ വാല്യൂസ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ശരിക്കും അവർ ഒരുപാട് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുകയാണ്. അവരും നിങ്ങളുമായിട്ട് എത്രത്തോളം വ്യത്യാസമാണ് ഉണ്ടായിരുന്നത്. അതായത് നിങ്ങളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള പേഴ്സണാണ്, നിങ്ങൾക്ക് പകരം മറ്റൊരാളില്ല അവരുടെ ജീവിതത്തിൽ, അവർക്ക് അങ്ങനെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്നെല്ലാമുള്ള ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിൽ വന്നു പോകുന്നുണ്ട്. ആൻഡ് ഐ വിഷ് യു അണ്ടർസ്റ്റാൻഡ് ഹൗ ഐ ഫീൽ. അവർക്കിപ്പോൾ പല പല ചിന്തകളാണ് അവരുടെ മനസ്സിലുണ്ടാകുന്നത്. ഓരോ നിമിഷവും ഓരോരോ ചിന്തകൾ എന്ന രീതിയിലാണ് അവരിലൂടെ കടന്നു
കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ മനസ്സിലാക്കണമെന്ന് ഒരു ചിന്ത ആ വ്യക്തിയിലുണ്ട്, എസ്പെഷ്യലി അത് കൂടുതലായിട്ടുണ്ടെന്നുള്ളതാണ്. ആൻഡ് ഐ എം സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് ദ റൈറ്റ് പാത്ത്. അവരുടെ മുന്നോട്ടുള്ള വഴികൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ തടസ്സപ്പെട്ടിരിക്കുന്നുണ്ട്. ഒരു റൈറ്റ് പാത്ത് കണ്ടുപിടിക്കാനായിട്ട് അവർ സ്ട്രഗിൾ ചെയ്യുകയാണ്. അതായത് ഇനി എന്ത് ചൂസ് ചെയ്യണം, എന്ത് ഡിസിഷൻ എടുക്കണം, അങ്ങനെയെല്ലാമുള്ള കൺഫ്യൂഷനിലാണ് ഈ വ്യക്തി ഉള്ളത്. ആൻഡ് ദെൻ ഐ ഹാവ് നെവർ ഫെൽറ്റ് പാഷൻ ദിസ് ഇൻറ്റൻസ്. ഇത്രയും ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പാഷൻ ഒരിക്കലും അവർക്ക് ഫീൽ ചെയ്തിട്ടില്ല. നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി എത്രത്തോളം ഡീപ്പായിട്ടുള്ള ഒന്നായിരുന്നു എന്ന് അവർ റിയലൈസ് ചെയ്യാണ്. ഐ ഫീൽ ഷാറ്റഡ് അബൌട്ട് ദിസ് സിറ്റുവേഷൻ എന്നാണ് അവർ പറയുന്നത്. അതായത് അവർക്ക് ഗാഢമായ ചിന്തകളിലേക്ക് അവർ വീണ് പോവുകയാണ്. കാരണം അവരുടെ ഹൃദയം തകർന്ന് അത്രയും അവർ മാനസികമായിട്ട് തകർന്നിരിക്കുന്ന സമയമായിട്ടാണ് കാണുന്നത്. അവർക്ക് ഒന്നിലേക്കും ഫോക്കസ്ഡ് ആവാനായിട്ട് പറ്റുന്നില്ല. ഈ ഒരു സിറ്റുവേഷൻ അവരെ തന്നെ തകർത്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അവരുടെ ലൈഫിലുണ്ടായിരുന്നു. മേ ബി അത് അവരുടെ ഫാമിലിയിലായിരിക്കാം. ഇത് വളരെ കുറച്ച് പേർക്ക് ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള പേഴ്സൺ അവരുടെ ഫാമിലി ഇഷ്യൂസ് കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും കുറച്ച് അകലം പാലിച്ചു. അങ്ങനെ ഒരു എനർജി വരുന്നുണ്ട്. അതുപോലെ ഈ കുട്ടികളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അതായത് ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള വ്യക്തികൾ സെപ്പറേഷനിൽ പോയിട്ട് അതിൻ്റെ ഒരു എനർജീസും വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഫാമിലിയുള്ള വ്യക്തികൾ സെപ്പറേഷനിൽ പോയിട്ട് രണ്ട് ഡിസ്റ്റൻസിൽ പോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടുള്ള എനർജീസ് വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ചിന്തകൾ ആ വ്യക്തിക്കുണ്ടെന്നാണ്. ഐ മെസ് അപ്പ് ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സംടൈംസ്. അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും അവരിപ്പോൾ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആൻഡ് ഒരുപാട് തരത്തിൽ അവരിങ്ങനെ പാസ്റ്റ് കാര്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നിങ്ങളെ തമ്മിൽ വേർതിരിക്കാൻ ഒരു ഡിസ്റ്റൻസിന് കഴിയില്ല എന്നുള്ളതാണ് അവരിപ്പോൾ റിയലൈസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം. ആൻഡ് അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. ഒരിക്കലും ഇനി അവർ നിങ്ങളെ വിട്ടിട്ട് മറ്റെങ്ങോട്ടും പോവില്ല എന്നുള്ളൊരു പ്രോമിസ് കൂടി തരുന്നുണ്ട്. ആൻഡ് മേ ബി അവർ റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ മറ്റ് പല കാര്യങ്ങളിലും എൻഗേജ്ഡ് ആയിപ്പോയി. ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് ആ ഒരു മാനസികമായിട്ട് ഈ വ്യക്തിയിൽ നിന്നുള്ള അകലം ഉണ്ടായിപ്പോയത്. ആൻഡ് ഐ വോണ്ട് യു ടു ബി എ ബെറ്റർ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ. ഫ്യൂച്ചറിലെ ഒരു ബെറ്റർ ഹാഫ് ആകണം നിങ്ങൾ എന്നവർ ആഗ്രഹിക്കുകയാണ്. ഇനി ഉള്ള കാലം നിങ്ങൾ അവരുടെ ഒപ്പം ഉണ്ടാകണം എന്നവർ ആഗ്രഹിക്കുകയാണ്. അവർക്ക് ഇപ്പോഴും ഈ ഒരു സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷനാണ്. ഒരു കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈനലി പക്ഷേ ഇത്രയൊക്കെ ആയ സ്ഥിതിക്കും അവർ ഇപ്പോഴും അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോഴും അവർക്ക് ആ പ്രതീക്ഷയുണ്ട്. അങ്ങനെ പോസിറ്റീവായിട്ടും അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഫൈനൽ ക്ലാരിഫിക്കേഷൻ ഇവിടെ തരുന്നുണ്ട് ഈ ഒരു കാർഡ്. ആൻഡ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസൊനേറ്റ് ആവണമെന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.